തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. ഉച്ചവിശ്രമത്തിന് ശേഷം കേരളപുരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹ ഘോഷയാത്ര പുറപ്പെടും. ഇന്ന് രാത്രി കുഴുത്തുറ ക്ഷേത്രത്തിലാണ് വിശ്രമം. വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നവരാത്രി ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങളിലും അത് സംബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് തന്നെ ജനം TV പ്രേക്ഷകരിലേക്ക് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകളും നൽകുന്നുണ്ട്. തുടർന്നുള്ള വിശദാംശങ്ങൾ, ചടങ്ങുകൾ ഒക്കെ എങ്ങനെയാണ് പ്രശാന്ത്? അഞ്ജന, നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി ആഘോഷ ചടങ്ങ്. അതിൽ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഗ്രഹ ഘോഷയാത്ര. ആ വിഗ്രഹ ഘോഷയാത്രയുടെ 2ാം ദിനമാണ്. കഴിഞ്ഞ ദിവസം ശുചീന്ദ്രത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. ആ യാത്രയുടെ 2ാം ദിനം തുടങ്ങി പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരപ്പുരയിൽ നിന്നും തേവാരക്കെട്ട് സരസ്വതി ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ടാണ് ചടങ്ങ് തുടങ്ങുന്നത്. അതിനുശേഷം പത്മനാഭപുരം കൊട്ടാരത്തിന് മുന്നിലെത്തി മുന്നിൽ ചില ചടങ്ങുകൾ നടന്നിരുന്നു, ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. അതിനുശേഷം യാത്ര തിരിച്ച വിഗ്രഹ ഘോഷയാത്ര ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തക്കലയിൽ തന്നെയുള്ള കേരളപുരം ശിവക്ഷേത്രത്തിലാണ്, മഹാദേവ ക്ഷേത്രത്തിലാണ്. മഹാദേവ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ യാത്ര എത്തി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഉച്ചഭക്ഷണം അടക്കം കഴിഞ്ഞതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ വിഗ്രഹ ഘോഷയാത്ര വീണ്ടും ആരംഭിക്കും. ഭക്തജനങ്ങളെല്ലാം യാത്രയെ കാണുവാനും അതോടൊപ്പം തന്നെ ഈ വിഗ്രഹ ഘോഷയാത്രയെ കണ്ട് ആനന്ദമടയുവാൻ, നമസ്കരിക്കുവാനടക്കം ഈ ക്ഷേത്രത്തിൻ്റെ കേരളപുരം ക്ഷേത്രത്തിൻ്റെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇരു പുറങ്ങളിലുമായി ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. വളരെ അനുഭൂതിയിലൂടെ കടന്നു പോകുന്നൊരു നിമിഷത്തിലാണ് ഭക്തജനങ്ങളെല്ലാവരും നിൽക്കുന്നത്. വലിയ രീതിയിൽ നിരവധി ഭക്തരാണ് ഇവിടെ ഉള്ളത്. അമ്മാവപ്പാക്കിലേക്ക് വന്നത് എല്ലാ വർഷവും അതുതന്നെയാണ്. എല്ലാ വർഷവും ഈ അമ്മയുടെ, അതായത് ഈ നവരാത്രിയോടനുബന്ധിച്ചുള്ള വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കുന്നത് ശുചീന്ദ്രത്തിൽ നിന്നാണ്. ശുചീന്ദ്രത്ത് 300 നങ്ക, കുണ്ടണി നങ്ക എന്ന് നമ്മൾ തിരുവനന്തപുരത്തുകാർ പറയുന്ന മുൻ ഉദിത്ത നങ്കൈ എന്ന 300 നങ്കയുടെ എഴുന്നള്ളത്തോടു കൂടിയാണ് ഈ വിഗ്രഹ ഘോഷയാത്ര ശുചീന്ദ്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. ആ യാത്ര എത്തിച്ചേരുന്നതാണ് പത്മനാഭപുരം കൊട്ടാരത്തിൽ. സ്വാമി വണക്കം. വണക്കം. ഇത് വിഗ്രഹ ഘോഷയാത്ര മലയാളിയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും 40 കൊല്ലം കൊണ്ട് വരുന്നു. എങ്ങനെയാണ് ഈ അനുഭവം, ഈ 40 കൊല്ലത്തിൻ്റെ അനുഭവം? കൊള്ളാം, നല്ല അനുഭവങ്ങളാണ്. പിന്നെ വെറിയ ഇവിടെ താമസിക്കുന്നു, അല്ലെങ്കിൽ 2 മണിക്കൊക്കെ ഇറങ്ങുന്നതാണ്. അതുതന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ആരംഭിക്കുന്ന, ശുചീന്ദ്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഈ അതായത് നവരാത്രിയോടനുബന്ധിച്ച് സരസ്വതി ദേവി, തേവാരക്കെട്ട് സരസ്വതി ദേവിയാണ് എഴുന്നള്ളിക്കുന്നത്. അതിന് ആ തേവാരക്കെട്ട് സരസ്വതി ദേവിക്ക് അകമ്പടി സേവിക്കുന്നതാണ് കുണ്ടണി നങ്കയും, അതായത് 300 നങ്കയും അതോടൊപ്പം തന്നെ വേളിമല കുമാരസ്വാമിയും. ആദ്യം എത്തുന്നത് 300 നങ്കയുടെ രഥമാണ്. ആ 300 നങ്കയാണ്. അത് ആരംഭിക്കുന്നത് ശുചീന്ദ്രത്തിൽ നിന്നാണ്. അതിനുശേഷം വേളിമല കുമാരസ്വാമിയും കൂടി അനുഗമിക്കും. തുടർന്ന് പിറ്റേ ദിവസം, അതായത് ഇന്നത്തെ 2ാമത്തെ ദിവസം, ഇത് ഈ വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ട് സരസ്വതി ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്ന ചടങ്ങുകളോടുകൂടി തന്നെ പ്രധാന ദേവതയായ സരസ്വതി ദേവിയെ എഴുന്നള്ളിക്കും. സരസ്വതി ദേവിയെ എഴുന്നള്ളിച്ചതിന് ശേഷം ആ സരസ്വതി ദേവിക്ക് അകമ്പടി സേവിക്കുന്നതാണ് ഇവിടെ ഈ കുമാരസ്വാമിയും കുണ്ടനങ്കയും. ആ വിഗ്രഹങ്ങളാണ്, ആ ഘോഷയാത്രയ്ക്കുള്ള പല്ലക്കുകളാണ്. ഈ പല്ലക്കുകളിലായിട്ടാണ് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്ന പല്ലക്കുകളാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വെള്ളിക്കുതിരയുമുണ്ട്. വെള്ളിക്കുതിര മുൻപേ അനുഗമിക്കും. അതായത് ഈ വിഗ്രഹ ഘോഷയാത്ര വരുന്നതിന് മുമ്പുള്ള സൂചന നൽകിക്കൊണ്ടാണ് വെള്ളിക്കുതിര യാത്ര ചെയ്യുന്നത്. വെള്ളിക്കുതിര യാത്ര ചെയ്തതിന് ശേഷമായിരിക്കും വിഗ്രഹ ഘോഷയാത്ര തിരിക്കുക. ഇപ്പോൾ എത്തി നിൽക്കുന്നത് തക്കലയ്ക്കടുത്തുള്ള തന്നെ കേരളപുരം മഹാദേവ ക്ഷേത്രത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് ഉച്ചഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ കേരളപുരം ക്ഷേത്രത്തിൽ, മഹാദേവ ക്ഷേത്രത്തിൽ വിഗ്രഹം ഇറക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ യാത്ര തിരിച്ച് ഇന്ന് മാർത്താണ്ഡത്ത് തന്നെ ഈ യാത്ര അവസാനിക്കുകയും ചെയ്യും. കുഴുത്തുറയിൽ യാത്ര അവസാനിക്കുകയും ചെയ്യും. കുഴുത്തുറ മഹാദേവ ക്ഷേത്രത്തിലാണ് യാത്ര അവസാനിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളിക്കുതിര. ഈ വെള്ളിക്കുതിരയാണ് ആദ്യം സഞ്ചരിക്കുക. മുമ്പേ സഞ്ചരിക്കുന്നത് വെള്ളിക്കുതിരയായിരിക്കും. വെള്ളിക്കുതിര ഈ വിഗ്രഹ ഘോഷയാത്ര വരുന്നു എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഭക്തരെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം
ഈ വെള്ളിക്കുതിര യാത്ര ചെയ്യുന്നത്. ഇത് ഈ യാത്ര ചെയ്തതിന് പിന്നാലെയായിരിക്കും വിഗ്രഹ ഘോഷയാത്ര അടക്കമുള്ളത്. ഒരു ഭാഗത്ത് കുണ്ടളി നങ്കയും മുന്നൂണ്ടി നങ്കയും മറ്റൊരു ഭാഗത്ത് വേളിമല കുമാരസ്വാമിയുമായിരിക്കും യാത്ര തിരിക്കുക. അങ്ങനെ ഇതിൽ ആദ്യം അതായത് ഈ യാത്ര വിഗ്രഹ ഘോഷയാത്രയുടെ ആദ്യം എന്ന് പറയുന്നത് ഉടവാളാണ്. ഉടവാൾ എന്തിയ രാജപ്രതിനിധിയായിരിക്കും മുൻപിൽ സഞ്ചരിക്കുന്നത്. ആ രാജപ്രതിനിധിക്ക് പിൻപിലായിട്ട് ആനപ്പുറത്ത് തിടംപേറ്റിയ തേവാരക്കെട്ട് സരസ്വതി ഉണ്ടാവും. തേവാരക്കെട്ട് സരസ്വതി ദേവിയെ അനുഗമിച്ചുകൊണ്ടാണ് പിന്നിലായി ഗജവീരന്, അതായത് തിടംപേറ്റിയ ഗജവീരന് പിന്നിലായി തേവാരക്കെട്ട് സരസ്വതി അനുഗമിച്ചുകൊണ്ട് മുന്നൂറ്റി നങ്കയും കുമാരസ്വാമിയും അനുഗമിക്കും. ഇങ്ങനെയാണ് നടന്നു പോകുന്നത്. ഈ പല്ലക്കുകൾ തോളിലേറ്റിക്കൊണ്ടാണ് ഭക്തർ നടന്നു പോകുന്നത്. നല്ല വേഗത്തിൽ തന്നെ നടന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഈ ഭക്തർ പോകുന്ന സ്ഥലങ്ങളിൽ, അതായത് ഈ പല്ലക്കുകൾ എത്തുന്ന വിഗ്രഹ ഘോഷയാത്ര എത്തുന്നിടത്തെല്ലാം നിരവധി ഭക്തജനങ്ങളിൽ ഈ വിഗ്രഹ ഘോഷയാത്രയെ കാണുവാനും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുവാനും തൊഴുത് ആനന്ദ നിർവൃതി അടയുവാനും എല്ലാം എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അനന്തപുരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുരാതനമായിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള ആ ആചാര അനുഷ്ഠാന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിഗ്രഹ ഘോഷയാത്ര ഇപ്പോഴും തുടരുന്നത്. അത് കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഘോഷയാത്ര. മുൻപ് എങ്ങനെയാണോ രാജഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് യാത്ര തിരിച്ചത്, അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ആചാര പെരുമ കൊണ്ട് തന്നെ അത് ഇന്നും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ വിഗ്രഹ ഘോഷയാത്ര പോകുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പല്ലക്കുകളിലെല്ലാം ഇങ്ങനെ വിഗ്രഹം കൊണ്ടുപോകുന്നത്. 3 ദിവസമെടുക്കും. 22-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇത് എത്തിച്ചേരുന്നത്, വിഗ്രഹ ഘോഷയാത്ര എത്തിച്ചേരുന്നത്. അതിനുശേഷം ആചാരവിധി പ്രകാരം ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിക്കുന്നതോടുകൂടി നവരാത്രി ഉത്സവ ചടങ്ങുകൾക്ക് അനന്തപുരിയുടെ മണ്ണിൽ, പത്മനാഭൻ്റെ മണ്ണിൽ തുടക്കമാകും. അങ്ങനെ വളരെ ചരിത്രം പറയുകയാണെങ്കിൽ ചരിത്ര പഴമ കൊണ്ടും ആചാര പെരുമ കൊണ്ടുമെല്ലാം അനന്തപുരിയെയും തിരുവിതാംകൂറിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പഴക്കം ചെന്നതും പുരാതനവും ഇന്നും പുണ്യവും പവിത്രവുമായി കാണുന്ന ഒരു ആചാരം തന്നെയാണ് ഈ വിഗ്രഹ ഘോഷയാത്ര എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഗ്രഹ ഘോഷയാത്ര കാണുവാനും കണ്ട് അതിൽ ആനന്ദ നിർവൃതി അടയുവാനുമായി എല്ലാ വർഷവും നിരവധി പേരാണ് ഈ സമയം, അതായത് ഈ വിഗ്രഹ ഘോഷയാത്ര നടക്കുന്ന സമയം ശുചീന്ദ്രത്തിൽ നിന്ന് തന്നെ കാൽനടയായി യാത്ര ചെയ്യുന്ന നിരവധി ഭക്തരുണ്ട്. നിരവധി ആളുകൾ ശുചീന്ദ്രത്തിൽ നിന്ന് തന്നെ ഈ കാൽനടയായി വരികയും ഈ വിഗ്രഹ ഘോഷയാത്രയെ തിരുവനന്തപുരം വരെ തന്നെ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ അനുഗമിക്കുകയും ചെയ്യും. എന്തായാലും ഇനി ആ കാത്തിരിപ്പുകൾക്ക് സമാപനമാകാൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ കേരളപുരം ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള യാത്ര അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയും ചെയ്യും. എല്ലാവരും അതിനായി തന്നെ കാത്തു നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ആ യാത്ര വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. കാൽനടയായിട്ട് തന്നെയാണ് യാത്ര കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും വിഗ്രഹ ഘോഷയാത്രയെ കാണുവാൻ നിരവധി ഭക്തജനങ്ങൾ തടിച്ചുകൂടുന്ന, ആരതി ഒഴിഞ്ഞ് വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഈ ഓരോ സ്ഥലങ്ങളിലും പടുക്ക വെച്ചുകൊണ്ട് അതത് ആ സ്ഥലത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടായിരിക്കും ഈ യാത്രയെ സ്വീകരിക്കുന്നത്. വളരെ ധന്യമായിട്ടുള്ളൊരു മുഹൂർത്തം, വളരെ മാനസികമായിട്ട് അനുഭൂതി നൽകുന്നൊരു മുഹൂർത്തം. ഭക്തരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഇവിടെ വരുവാനും തേവാരക്കെട്ട് സരസ്വതിയെ കാണുവാനും കുണ്ടലി നങ്കയെ കാണുവാനും വേളിമല കുമാരസ്വാമിയെ കാണുവാനും എല്ലാം നിരവധി ഭക്തരാണ് ഈ സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ പത്മനാഭസ്വാമി ശുചീന്ദ്രം മുതൽ തുടങ്ങി പത്മനാഭപുരം കൊട്ടാരം തൊട്ട് തുടങ്ങി അങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രം വരെയുള്ള സ്ഥലങ്ങളിലേക്ക് തടിച്ച് കൂടി ഓടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ വർഷവും വന്ന് കാണണമെന്നടക്കമുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന് തന്നെ, കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ശരി പ്രശാന്ത്. എന്തായാലും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. ഉച്ചവിശ്രമത്തിനായി ഇപ്പോൾ കേരളപുരം മഹാദേവ ക്ഷേത്രത്തിലാണ് വിഗ്രഹ ഘോഷയാത്ര എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങളും വിശദമായ വിവരങ്ങളുമാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.